എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കൂവ കാച്ചിയതാണ്. നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ സിമ്പിളുമാണ്. ശരീരാരോഗ്യമൊക്കെ നോക്കുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ രോഗങ്ങളെ ചെറുക്കാനും വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോഴേ ഇന്ന് നമുക്ക് പാലക്കാട്ട് നിന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂവപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വത്സര ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ്. ഇത് അവരുടെ വീടുകളിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ്. വീടുകളിൽ കൂവപ്പൊടി തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു പേടിയും കൂടാതെ തന്നെ ഉപയോഗിക്കാവുന്നതുമാണ്. കൂവപ്പൊടി കിട്ടിയ അന്ന് തന്നെ ആ ഒരു പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂവ കാച്ചിയത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു തവിയോളം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടകളൊന്നും തന്നെ ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ചൂട് നിയന്ത്രിക്കാനും സ്ത്രീകളിൽ കാണുന്ന വെള്ളപ്പോക്ക്, പൈൽസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉള്ള ഒന്നാണ് കൂവപ്പൊടി. അപ്പൊ ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 250 ഗ്രാം ശർക്കര 1 ലിറ്റർ വെള്ളത്തിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിപ്പിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ശർക്കര നല്ലതായിട്ട് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം കൂവ കാച്ചിയെടുക്കാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാത്രം വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് കൂവ കുറുക്കിയെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതൊന്ന് നല്ലോണം വെന്ത് കിട്ടാനായിട്ട് ഒരു 2-2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ചൂടാകാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടി മിക്സ് ചെയ്ത് വെച്ച പാത്രത്തില് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കണം. കാരണം കൂവ വളരെ തന്നെ പെട്ടെന്ന് കട്ടിയായി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ശർക്കര പാനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴുമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. കാരണം ആരോഗ്യത്തിനും വളരെ തന്നെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും വളരെ തന്നെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർക്കൊക്കെ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ കുറച്ച് പാലില് ചെയ്തു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോ സാധാരണ പച്ചവെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ നിന്ന് തിളച്ച് വരട്ടെ. ഇപ്പോ നമ്മുടെ കൂവ ഒന്ന് കട്ടിയായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കൂവ കാച്ചിയെടുക്കുമ്പോൾ ഓവറായിട്ട് കട്ടി കൂട്ടിയെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കുടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായി വരും. ഇതിപ്പോ തിരുവാതിരയ്ക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ഹെൽത്തി വിഭവം കൂടിയാണ് കേട്ടോ കൂവ കാച്ചിയത്. ഇപ്പോ നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ശർക്കരപ്പാനിയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഉപ്പ് അധികം ഒന്നും ചേർക്കേണ്ട. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് മാത്രമാണ്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോഴും നല്ല ലൂസായിട്ടാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിക്കാൻ പറ്റിയ പാകമാണ്. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്കിതൊന്ന് കുടിക്കാനായിട്ടും. നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചു തുടങ്ങിയിട്ടുള്ള ഈ ഒരു കൂവ കുറുക്കിലേക്ക് കുറച്ച് നാളികേര തിരുമിയത് കൂടെ ചേർക്കാം. ഞാനിവിടെ അധികം ഒന്നും ചേർക്കുന്നില്ല. ഒരു കൈപ്പിടിയോളം മാത്രം ചേർത്താൽ മതിയാകും. വീണ്ടും ഇതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം പൊടിയായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ പഴമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കാനും പോകുന്നത്. കണ്ടോ, കൂവ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികമൊന്നും പരിപാടികളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നെയ്യൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇതിലേക്ക് നെയ്യൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂവ കുറുക്കിയത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് നാളികേരം കൂടെ ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.